ഓക്കെ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഞാനാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കുറച്ച് അയച്ചു തന്നു. അത് നമ്മുടെ പ്യുവർ എൻട്രൻസ് ടോപ്പിക് ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് എറർ കഴിഞ്ഞിട്ട് അടുത്ത കാൽക്കുലേഷൻ ഓഫ് എറർ കഴിഞ്ഞിട്ട് അടുത്ത കോമ്പിനേഷൻ ഓഫ് എറർ മുതലാണ് നമുക്ക് എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഡയമെൻഷൻസ് ഒക്കെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രിലിമിനറി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന് പുറമെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഒന്ന് നോക്കാം. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞു. നീറ്റിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വളരെ എളുപ്പമായിരുന്നു. ഒരു 40-45ഓളം ചോദ്യം ഒരു ആവറേജ് കുട്ടിക്ക് പോലും, ഒരുവിധം വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആവറേജ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഇത്തവണ നീറ്റിൻ്റെ ഫിസിക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നന്ദനിയ പ്രസൻറ്റേഷൻ ഓഫ് ചെയ്യണം കേട്ടോ. ഒരാൾ പ്രസൻറ്റേഷൻ ഓണാക്കിയിട്ടുണ്ട്, അത് ഓഫ് ചെയ്യുക. നന്ദനിയ. അപ്പോൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരുന്നു. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചാപ്റ്റർ കഴിയുമ്പോൾ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഈ വർഷം ചോദിച്ച ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ടോപ്പിക്ക് പറഞ്ഞെത്തിയിട്ടില്ല. അപ്പോൾ അതെത്തുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. വളരെ എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നീറ്റിന് ഇപ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ വളരെ കോൺഫിഡൻറ്റ്, നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരും കേട്ടോ. നമുക്കും പറ്റുന്നതാണെന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അതാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടോപ്പിക് എത്തിയിട്ടില്ല, മെയിൻ ടോപ്പിക് എത്തിയിട്ടില്ല. +1 ആയതുകൊണ്ട് വളരെ പതുക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ടോപ്പിക് എത്തിയിട്ടില്ല. അടുത്ത ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അയച്ചു തന്നിരിക്കുന്ന ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ഡിഗ്രീസ്, റേഡിയൻസ് ആൻഡ് സെറേഡിയൻസ്. ഡിഗ്രി, റേഡിയൻ, സെറേഡിയൻ പോലുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് പൗണ്ട്, ഡോളേഴ്സ് ആൻഡ് റുപ്പീസ്. ക്വാണ്ടിറ്റീസ് സച്ച് ആസ് കിലോസ്, പൗണ്ട്സ് ആൻഡ് ഗാലൻസ്. ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഓക്കെ, അപ്പോൾ ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ബേസിക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ലെങ്തും മാസും ടൈമുമാണ്. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം പോലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, പറയാൻ പറ്റുക. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നതിൽ 4 ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഏതാണത്? ഓപ്ഷൻ ഡി ആണ്. ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഓക്കെ, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, പ്രിലിമിനറി ആയിട്ടുള്ളൊരു ചോദ്യമാണത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം കൂടെ ഒന്ന് നോക്കൂ. മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എസെൻഷ്യലി, ഫസ്റ്റ് ഓപ്ഷൻ, ദി പ്രോസസ് ഓഫ് കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. പ്രോസസ് ഓഫ് കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് ആ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണോ മെഷർമെൻ്റ് എന്ന് പറയുന്നത്? അടുത്തത് പ്രോസസ് ഓഫ് സബ് ഡിവൈഡിങ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി. അടുത്തത് പ്രോസസ് ഓഫ് ഒബ്സർവിങ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി. പ്രോസസ് ഓഫ് ടേക്കിംഗ് റീഡിങ്സ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതിൽ ഞാൻ ബോൾഡ് ചെയ്തേക്കുന്നത് പോലെ ആദ്യത്തെ ഓപ്ഷനാണ് എന്ത് വരുന്നത്? കറക്റ്റായിട്ട് വരുന്നത്. മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാണ്ടിറ്റിയെ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നതാണ്? കമ്പയർ ചെയ്യുന്നതാണ്. ശരിയാണോ? സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട്. ഇപ്പോൾ ലെങ്തിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് മീറ്ററാണ്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ 1 മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എത്ര മീറ്റർ ഉണ്ട്? ഈ ബോർഡിൻ്റെ നീളം 2 മീറ്ററാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ ഇരട്ടിയാണ്. സോ ഇറ്റ്സ് എ കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ് വാല്യൂ. നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച്, മീറ്റർ സ്കെയിലാണ് നമ്മളിവിടെ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമ്മളൊരു ക്വാണ്ടിറ്റിയെ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂവുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെഷർമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് പ്രോസസ് ഓഫ് കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ ആർബിട്രറി. ഇൻ SI സിസ്റ്റം ദീസ് ആർ ഡാഷ്
മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ആ വിട്ടുപോയ ബേസിക് ക്വാണ്ടിറ്റി ഏതാണ്? നമുക്കറിയാമെന്നുള്ളതാണ്. ഏതാ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ലെങ്ത് ആണ്. ഓക്കെ, SI യൂണിറ്റിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 6 തന്നിട്ടുണ്ട്, ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മിസ്സായിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? ലെങ്ത് ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ലെങ്ത് ആണ് വരുന്നത്. 4ാമത്തെ ചോദ്യം എന്താണ്? യൂണിറ്റ് ഫോർ എ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ്. ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ ദ സ്മോളസ്റ്റ് മെഷറബിൾ വാല്യൂ ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഏറ്റവും ചെറിയ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം, അതാണോ അതിൻ്റെ യൂണിറ്റ്? അതുപോലെ ഡിഫൈൻഡ് ആസ് ബെസ്റ്റ് ഓഫ് വേരിയസ് റെഫറൻസ് സ്റ്റാൻഡേർഡ്സ്. റെഫറൻസ് സ്റ്റാൻഡേർഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം യൂണിറ്റ് എന്ന് പറയുന്നത്, അതാണോ? ഡിഫൈൻഡ് ആസ് ആവറേജ് വേരിയസ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. റെഫറൻസ് സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ഡി, റെഫറൻസ് സ്റ്റാൻഡേർഡ് ഫോർ ദി ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. ശരിയാണോ? റെഫറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ്. അപ്പോൾ ഓപ്ഷൻസിൽ ഞാൻ കറക്റ്റായിട്ടുള്ള ആൻസർ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? ഓപ്ഷൻ ഡി ആണ്, റെഫറൻസ് സ്റ്റാൻഡേർഡ് ഫോർ എ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഗിവൺ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? യൂണിറ്റ് എന്ന് വിളിക്കുക. അല്ലാതെ ആവറേജ് ഒന്നും അല്ല, സ്മോളസ്റ്റ് വാല്യൂവും അല്ല. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇൻ SI സിസ്റ്റം ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ. SI യൂണിറ്റ് സിസ്റ്റത്തിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം SI യൂണിറ്റിൽ മൊത്തം 9 യൂണിറ്റാണുള്ളത്. 7 ഫണ്ടമെൻ്റൽ യൂണിറ്റും 2 സപ്ലിമെൻ്ററി യൂണിറ്റും. ശരിയാണോ? അതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഓപ്ഷൻ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കൂളോം, കെൽവിൻ, മോൾ, കാൻഡല ആൻഡ് ഹോഴ്സ് പവർ. തെറ്റാണെന്ന് നമുക്കറിയാം. മീറ്റർ, ന്യൂട്ടൺ, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ, കാൻഡല. അതുപോലെ അടുത്തത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ ആൻഡ് കാൻഡല. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് കറക്റ്റായിട്ട്. ഞാൻ ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് അതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് ആർ യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡാഷ് ആർ units of physical quantity that can be expressed as a combination of fundamental quantities. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾ ഏതാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റുകൾ ഏതാ? ഇപ്പം മീറ്ററും സെക്കൻഡും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ശരിയാണോ? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്ത് യൂണിറ്റ് ആണ്? ഇറ്റ് ഇസ് എ ഡെറൈവ്ഡ് യൂണിറ്റ്. ശരിയല്ലേ? അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നത് എന്ത് യൂണിറ്റുകളാണ്? ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ഈസ് ദി SI യൂണിറ്റ് ഓഫ്. ജൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ SI യൂണിറ്റ് ആണ്? ജൂൾ എന്തിൻ്റെ യൂണിറ്റ് ആണ്? വർക്ക്, ആക്സലറേഷൻ, ഫോഴ്സ്, പവർ. ശരിയാണോ? വർക്കാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വർക്കിൻ്റെ SI യൂണിറ്റ് ആണെന്ത്? ജൂൾ. ആക്ച്വലി വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജൂൾ എന്ന് വിളിക്കുക. ശരിയാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയുമാണ് നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലേ? ഇത്രയും അല്ലേ അയച്ചു തന്നത്? 7 ക്വസ്റ്റ്യൻസ് അല്ലേ അയച്ചു തന്നേ? ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് മുമ്പ് പഠിപ്പിച്ച ടോപ്പിക്കിൽ ഇത്രയേ വരുന്നുള്ളൂ അതിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ വരും. അത് ഞാനൊന്ന് പറയാം. അതിന് മുമ്പ് പഠിച്ചത് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എനി മെഷറിംഗ് എക്യുപ്മെൻ്റ് ഈസ്. ഏതൊരു മെഷറിംഗ് എക്യുപ്മെൻറ്റിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എനി മെഷറിംഗ് എക്യുപ്മെൻറ്റ്, ഏതൊരു മെഷറിംഗ് എക്യുപ്മെൻറ്റിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈസ്. ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. 1ാമത്തെ ഓപ്ഷൻ ദി സ്മോളസ്റ്റ് റേഞ്ച് ഇൻ എനി ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സ്മോളസ്റ്റ് റേഞ്ച് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. 2ാമത്തെ ഓപ്ഷൻ ദ സ്മോളസ്റ്റ് റീഡിങ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിലെ സ്മോളസ്റ്റ് റീഡിംഗ് ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. 3ാമത്തെ ഓപ്ഷൻ ദ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ക്വാണ്ടിറ്റിയാണ് ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 4ാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദീസ്, ഇതൊന്നുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ലീസ്റ്റ് കൗണ്ട് എന്താണ്? നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് വളരെ കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ, ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് accurately using an instrument is called the least count of the instrument. So ആ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത്, the smallest quantity that can be measured using that instrument. ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാൻ മെഷർ ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് വാല്യൂ ആണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് അബ്സല്യൂട്ട് എറർ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ഈസ്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താണ്? അബ്സല്യൂട്ട് എറർ ഇന്ന് നമ്മൾ പറഞ്ഞതാണ്. അബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് ആൻഡ് ദെയർ മീൻ. രണ്ട് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സും അതിൻ്റെ മീനും തമ്മിലുള്ള വ്യത്യാസമാണ് അബ്സല്യൂട്ട് എറർ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ട്, the difference between the individual measurement and true value of the quantity. ഇൻഡിവിജ്വൽ മെഷർമെൻറ്റും ട്രൂ വാല്യൂവും തമ്മിലുള്ള മെഷർമെൻറ്റിൻ്റെ വ്യത്യാസം ക്വാണ്ടിറ്റി ക്യൂബ്ഡ്. മൂന്നാമത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. നാലാമത്തത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ് ആൻഡ് ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി സ്ക്വയർഡ്. അപ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയും ട്രൂ വാല്യൂ ക്യൂബിഡും തമ്മിലുള്ള വ്യത്യാസം, ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയും ട്രൂ വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം, ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയും ട്രൂ വാല്യൂ സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ മൂന്നെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് ആൻഡ് ദെയർ മീൻ. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റും ട്രൂ വാല്യൂവിൻ്റെ ക്യൂബും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തത് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റും ട്രൂ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം. നാലാമത് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റും ട്രൂ വാല്യൂവിൻ്റെ സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്, അല്ലേ? ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയും ട്രൂ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ്. നമ്മൾ മോഡുലസ് ഇട്ടാണ് ചെയ്യുന്നത്. വ്യത്യാസം മാത്രം മതി, നമുക്ക് അതിൻ്റെ സൈൻ വേണ്ട. ശരിയാണ്. സോ അബ്സല്യൂട്ട് എറർ ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഇൻഡിവിജ്വൽ വാല്യൂവും ട്രൂ വാല്യൂവും, മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഓപ്ഷൻ ബി വരും. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ചോദ്യം ഉള്ളത് ഇതാണ്. If theta is the parallax angle of a planet at a distance d when observed from two different positions on the earth separated by a distance b, then the expression for d is. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിടാം, പലർക്കും കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിടാം. If theta is the parallax angle of a planet at a distance capital D when observed from two different positions on earth separated by a distance b, comma, the expression for D is option A 2b by theta, option B theta by b, option C b by theta, option D theta by 2b. ഓക്കെ, ഇതാണ് ചോദ്യം. If theta is the parallax angle of a planet at a distance d when observed from two different positions on earth separated by a distance b, comma, the expression for d is. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2b by theta,
തീറ്റ ബൈ ബി, ബി ബൈ തീറ്റ, തീറ്റ ബൈ 2b. ആക്ച്വലി ഇത് നമ്മൾ നമ്മുടെ പാരലാക്സ് മെത്തേഡ് ടു മെഷർ ലാർജ് ഡിസ്റ്റൻസിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ചോദ്യത്തെ നമ്മളൊരു ഫിഗറായിട്ട് മാറ്റണം. എങ്ങനെയാണ്? തീറ്റ എന്ന് പറയുന്നത് എർത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പ്ലാനറ്റിനെ രണ്ട് പൊസിഷൻസ് ബി അകലെയുള്ള രണ്ട് പൊസിഷനുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പാരലാക്സ് ആംഗിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിയുടെ ഇക്വേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് എർത്തിലെ രണ്ട് പൊസിഷൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രണ്ട് പൊസിഷൻസ് ഞാൻ എ എന്നും ബി എന്നും പേര് കൊടുക്കുന്നു. ഈ രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എർത്തിലെ രണ്ട് പൊസിഷനുകളാണ് എയും ബിയും. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്താണ്? ബി ആണ്. ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് നമ്മൾ ഒരു പ്ലാനറ്റിനെ നോക്കുന്നു. ഇതാണ് പ്ലാനറ്റ്, ശരിയാണോ? ആ പ്ലാനറ്റിനെ നോക്കുകയാണ്. എയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഈ ആംഗിളിനെയാണ് നമ്മൾ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. എർത്തിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ദൂരം ഡി ആണ്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം ഡി, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്താണ്? ഡി. ഇത് പ്ലാനറ്റ് ആണെന്ന് വെച്ചോ, പ്ലാനറ്റ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് തീറ്റ ഈസ് ദി പാരലാക്സ് ആംഗിൾ, ഈ രണ്ട് ഡയറക്ഷനുകൾ തമ്മിലുള്ള ആംഗിൾ, പാരലാക്സ് ആംഗിൾ ഓഫ് എ പ്ലാനറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി, എർത്തിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പ്ലാനറ്റിന്റെ പാരലാക്സ് ആംഗിൾ ആണ് തീറ്റ. ഒബ്സർവ്ഡ് ഫ്രം ടു ഡിഫറെന്റ് പൊസിഷൻസ്, രണ്ട് ഡിഫറെന്റ് പൊസിഷൻസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ബി. ബി ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പൊസിഷനുകളിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് അകലെയുള്ള പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാരലാക്സ് ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ദ എക്സ്പ്രഷൻ ഫോർ ഡി ഈസ്, ഡിക്കുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും? ഈ പറഞ്ഞേക്കുന്നതിൽ ഏതായിരിക്കും ഡിക്കുള്ള എക്സ്പ്രഷൻ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്ന് ചെയ്തു നോക്കിയാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഓൾറെഡി പഠിച്ച ടോപ്പിക്കാണ്. എക്സ്പ്രഷൻ ഫോർ സി എന്തായിരിക്കും? കുറേ പേര് ഓപ്ഷൻ അയച്ചിട്ടുണ്ട്, കറക്റ്റാണ്. ഓക്കെ, കുറേ പേരുടെ ഓപ്ഷൻസ് കറക്റ്റാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താ? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താണ്? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതാണ് നമ്മുടെ ആംഗിൾ. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക്. ആർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ്. ഇത് സെൻറ്റർ, ഇത് റേഡിയസ്, ഇത് ആർക്കായിട്ട് വരും. സോ ഈ നീളവും നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. സോ ആർക്കിന് പകരം നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം ബി ആയിട്ട് കൊടുക്കാം. ബി ഡിവൈഡഡ് ബൈ, ഇതാണ് സെൻറ്റർ, ഇതാണ് ആർക്കെങ്കിൽ ഈ പറഞ്ഞ ദൂരം എന്തായിട്ട് വരും? റേഡിയസ്, ഡി ആയിട്ട് കൊടുക്കാം അല്ലേ? ഡി. നമുക്ക് എന്താ വേണ്ടത്? ഡിയുടെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഡി മേളിലോട്ട് പോകുന്നു, തീറ്റ താഴേക്ക് പോകുന്നു. അപ്പോൾ ഡി ഇസ് ഈക്വൽ ടു എന്താ വരിക? ബി ഡിവൈഡഡ് ബൈ എന്താ? തീറ്റ. ഡി ഇസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ തീറ്റ. ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ബി ബൈ തീറ്റയാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത്രയേ ആക്ച്വലി വരുന്നുള്ളൂ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എറർ കാൽക്കുലേഷനാണ്. എറർ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ പറഞ്ഞ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, അതൊന്നും അങ്ങനെ ഇത്രയും വലിയ ചോദ്യമൊന്നും എൻട്രൻസിന് ചോദിക്കില്ല, അറിയാലോ. ഇത്രയും വലിയ ചോദ്യങ്ങൾ ചോദിക്കില്ല. കോമ്പിനേഷൻ ഓഫ് എററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ കോമ്പിനേഷൻ ഓഫ് എറർ, സിഗ്നിഫിക്കൻറ്റ് ഫിഗറൊക്കെ പഠിക്കുമ്പോൾ ധാരാളം ക്വസ്റ്റ്യൻ, അതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇത്രയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? പ്രതീക്ഷിക്കത്തുള്ളൂ. ഈ ടോപ്പിക് ഇതുവരെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതിൽ കുറച്ച് വാല്യൂസ്, നമ്മളിപ്പോൾ ലൈറ്റ് ഇയർ, പാർസെക്ക്, അതുപോലെ അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതിൻ്റെയൊക്കെ വാല്യൂ, അതിൻ്റെയൊക്കെ കൺവേർഷൻ, അത് മാത്രവും ഇതുപോലത്തെ ചോദ്യങ്ങളും ഒക്കെ മാത്രം എന്ത് ചെയ്താൽ മതി? പ്രതീക്ഷിച്ചാൽ മതി. ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ട? വരത്തില്ല. ആർട്ട് സെക്ഷനിൽ നിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വരില്ല. ഇനി വരാൻ കിടക്കുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അടുത്ത ദിവസം നമ്മളത് പഠിച്ചതിന് ശേഷം ഇതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അയച്ചു തന്നപ്പോൾ ആൻസർ ബോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ആൻസർ ബോൾഡ് ചെയ്യത്തില്ല, ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലും കൂടെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. സ്വന്തമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ വർക്ക് ചെയ്ത് കറക്റ്റ് ആൻസർ കാണിച്ചു തരുന്നതിൽ കാര്യമില്ല, എൻ്റെ സ്പീഡ് കൂടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് സ്പീഡ് കൂടിയാൽ മാത്രമേ നമുക്ക് എൻട്രൻസിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം അയച്ചു തരുമ്പോൾ ആൻസർ ബോൾഡ് ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ.